ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബിഗിനേഴ്സിനൊക്കെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രെയിറ്റ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ലിറ്റ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ നല്ല ഉപകാരപ്പെടുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ഞാനിത് ഫസ്റ്റ് ഇതിൻ്റെ സൈഡിലെ ജോയിൻ്റ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. നമ്മുടെ സ്ട്രെയിറ്റ് പാൻറ്റ് കട്ട് ചെയ്യുമ്പോൾ സൈഡിൽ കൂടെ ഒരു കട്ടിങ് വരുമല്ലോ, ആ കട്ടിങ്ങിൻ്റെ അവിടെ ഞാൻ ഇപ്പോൾ ഇതാ മാർക്ക് ചെയ്തിട്ട് ലെങ്ത്താണ് കേട്ടോ മാർക്ക് ചെയ്യണത്. പാൻറ്റിൻ്റെ ലെങ്ത്ത് ഇവിടെ കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ തന്നെ സ്റ്റിച്ച് കെട്ടിട്ടിട്ട് നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ഈ പാൻറ്റിൻ്റെ ലെങ്ത്ത് 38 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ മേലെ എലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ചുണ്ട്. അങ്ങനെ 39.5 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയത് കേട്ടോ. അതിന് തിരിച്ച് ഞാൻ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുകയാണ്, അതുകൊണ്ടാണ് ഇട്ടിട്ട് വീണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളവിടെ കെട്ടിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് 2 ഇഞ്ചാണ് കേട്ടോ, സ്ലിറ്റിൻ്റെ ലെങ്ത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എൻഡ് ഭാഗം മടക്കി കൊടുക്കില്ലേ, അത് ഞാൻ 3 ഇഞ്ചാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 3 ഇഞ്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഞാനിതാ 1/2 ഇഞ്ച് ഇതുപോലെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മടക്കി കൊടുക്കാനുള്ള ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റിൽ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് 1/2 ഇഞ്ച് വീതിയിൽ കേട്ടോ. അപ്പോൾ ഞാൻ ആ 2 ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഇനി നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് ആണ് കേട്ടോ നമ്മൾ ശ്രദ്ധിച്ച് കാണേണ്ടത്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ എപ്പോഴും ഈ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ചെയ്യണത് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാ ഇതുപോലെ നല്ല വശത്തേക്ക് ഈ ഒരു 2.5 ഇഞ്ച് ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ, അതൊന്ന് ഇതുപോലെ നല്ല വശത്തേക്കാണ് കേട്ടോ മറിച്ച് കൊടുക്കണത്. എന്നിട്ട് ഇതാ ഉള്ളിലിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു 1/2 ഇഞ്ച് വീതിയിലാണ് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് അവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് കെട്ടിട്ടിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ടല്ലോ, നമ്മൾ മേലെ നിന്നൊരു സ്റ്റിച്ച് വന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ആ ഒരു സ്റ്റിച്ചിൻ്റെ കറക്റ്റിൽ തന്നെ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് കൊണ്ടുപോയി നിർത്തണം കേട്ടോ, അല്ലെങ്കിൽ സ്ലിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞു പോകും. അപ്പോൾ നമ്മളവിടെ ആ സ്റ്റിച്ച് ഉണ്ടല്ലോ അവിടെ തന്നെ കൊണ്ടുപോയിട്ട് നമ്മളൊന്ന് കെട്ടിട്ടിട്ട് നിർത്തി കൊടുത്തിട്ടുണ്ട് കറക്റ്റിൽ. എന്നിട്ട് ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഉണ്ടല്ലോ, അതും ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട ഭാഗം നല്ല വശത്തേക്ക് ഇതുപോലെ മറിച്ച് കൊടുത്തിട്ട് 1/2 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ആ ഒരു സ്റ്റിച്ചിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയിട്ട് നിർത്തി കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സ്റ്റിച്ച്. ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കെട്ടിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ സ്ലിറ്റിൻ്റെ അവിടെയൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് കീറി വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ 1/2 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇനി ഇതിന് നമ്മൾ നല്ല വശം പുറത്തേക്ക് എടുക്കുകയാണ്, ഇതുപോലെ മറിച്ച് കൊടുക്കുകയാണ് ഉള്ളിലേക്ക്. എന്നിട്ട് കത്രികയുടെ ഒരു മുന വെച്ചിട്ട് ഇതുപോലെ ഒരു എഡ്ജൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഫിനിഷ് ആക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി നമ്മളിതിൻ്റെ ഈ ഒരു 2.5 ഇഞ്ച് ഇപ്പോൾ ഇതുപോലെ വന്ന് നിൽക്കുന്നുണ്ടല്ലോ, മടക്കി കൊടുത്തിട്ട് നിൽക്കണില്ലേ, ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സ്ലിറ്റും കറക്റ്റിലല്ലേ നിൽക്കണേന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നോക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു സ്ലിറ്റ് വലുതും ഒന്ന് ചെറുതായിട്ട് നിൽക്കരുത്. നല്ല വൃത്തിയിൽ തന്നെ ഫസ്റ്റ് തന്നെ നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഈ ഒരു 2.5 ഇഞ്ച് നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് ഉള്ളിൽ കൂടെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു തുമ്പ് ഭാഗം അവിടെ ഇതുപോലെ നിവർത്തി വെച്ച് കൊടുക്കണം കേട്ടോ. മേലെന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ള ആ ഒരു തുമ്പുണ്ടല്ലോ, അത് ഇതുപോലെ തയ്യൽ തുമ്പ് ഇട്ടാൽ അതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് പോയിക്കോട്ടെ കേട്ടോ. എന്നിട്ട് നമ്മുടെ സ്ലിറ്റ് റെഡി ആയിട്ടോ. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മൾ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഈ ഒരു ഐഡിയ മനസ്സിലാക്കിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയിൽ തന്നെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ബിഗിനേഴ്സിനൊക്കെ ഉപകാരപ്പെടും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണത്. അറിയുന്നവർക്ക് പിന്നെ കുഴപ്പമില്ല. ഈ ഒരു മെത്തേഡിലാണ് ഞാൻ ചെയ്തെടുക്കാറ് കേട്ടോ. ആ ഒരു മെത്തേഡാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ ലാസ്റ്റ് പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചത്. ഇതല്ലാതെ വേറെ മെത്തേഡിലും ചെയ്യാനൊക്കെ ഉണ്ടാവും, പക്ഷേ ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യാറ്. ഇതാണ് എനിക്ക് സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ ചാനലൊന്ന് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.
അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.